ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മിലാങ്കോവിച്ച് സൈക്കിൾസ് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദേ ആർ ദ പീരിയോഡിക് വേരിയേഷൻ ഇൻ എ പ്ലാനറ്റ്സ് ഓർബിറ്റൽ characteristics that regulate the amount and distribution of incoming solar radiation. നമുക്ക് മിലാങ്കോവിച്ച് സൈക്കിൾ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഒന്നാമത്തെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒന്ന് ഊഹിക്കാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ദർ ആർ 3 മെയിൻ കമ്പോണൻസ്. നമുക്കറിയില്ല, ടെക്നിക്കലാണ്, വായിച്ചിട്ടുണ്ടാവില്ല, അണ്ടർസ്റ്റാൻഡിങ് വേണം. പക്ഷെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഓൺഗോയിങ് ഫേസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണോ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലേ? പുതിയ റിപ്പോർട്ടഡ് ഇപ്പൊ അതെ COP30 ഇന്നലെ കൺക്ലൂഡ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ ഒരു മിലാങ്കോവിച്ച് സൈക്കിൾ ഇത്രയും സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് നടത്തോ? ഇല്ല. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണോ റോങ് ആണോ? റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. രണ്ടെണ്ണം നമുക്ക് അറിയില്ല. നമുക്ക് ഇതിലുള്ളത് വെച്ചിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഇത് അറിയാമെങ്കിൽ കൊടുക്കുക, ഇല്ലാന്ന് വെച്ചാൽ വിടാം. കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ബ്ലൂ ഓഷൻ ഈവന്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേൾക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഈവന്റ് എന്താണോ എന്ന ക്വസ്റ്റ്യൻ നമുക്ക് തരുന്ന ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് വായിക്കാം. എ ബ്ലൂ ഓഷൻ ഈവന്റ് ഈസ് considered a potential tipping point in the Arctic climate system. It refers to complete disappearance of summer sea ice in the Arctic. അങ്ങനെ കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് നടന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിക് റീജിയനിലെ ഐസ് ഡിസപ്പിയർ ആയിട്ട് പോവോ? അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആൻസർ കിട്ടിയോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ ഗുണം എന്താണ്? ഒരെണ്ണം തെറ്റി കിട്ടിയാൽ നമുക്ക് ആൻസർ ഏതാ വരുന്നത്? പക്ഷെ കീല് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ കീല് അത് UPSC ആണ് ചോദിക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇത് തെറ്റാനാണ് സാധ്യത. കീല് ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്, അന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? തേർഡ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇവിടെ കിട്ടിയോ? NCERT ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഹോട്ട് ഡെസേർട്ട് വെസ്റ്റേൺ മാർജിനിലായിരിക്കും അല്ലേ? താർ മരുഭൂമി എവിടെയാണ്? വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ കോണ്ടിനെന്റിലാണോ? സഹാറ എല്ലാം വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ കോണ്ടിനെന്റ് ആണ്. പ്രധാനം എന്താണ്? കാരണം എന്താണ്? കോൾഡ് ഓഷ്യാനിക് കറന്റ് ആണോ? വൺ ഓഫ് ദ റീസൺ ഈസ് കോൾഡ് ഓഷ്യാനിക് കറന്റ്. രണ്ടാമത്തെയോ? ട്രേഡ് വിൻഡ്. ഇതാണ് ഇന്ത്യ എന്ന് വിചാരിക്കുക. ട്രേഡ് വിൻഡ് എങ്ങോട്ടേക്കാണ്? ഇത് ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കുക. ട്രേഡ് വിൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വീശുന്നേ? അപ്പൊ ഉള്ളിലുള്ള കാറ്റ് എങ്ങോട്ടേക്ക് പോവും? പുറത്തേക്ക് പോവും. ഇനി ഇവിടെ എന്താ ഉള്ളത്? കോൾഡ് ഓഷ്യാനിക് കറന്റ്. കോൾഡ് ഓഷ്യാനിക് കറന്റിലാണോ മോയ്സ്ചർ ഉണ്ടാവോ? ഹോട്ടിലാണോ? ഹോട്ടിൽ. അപ്പൊ മഴ കിട്ടോ? മഴ കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഡെസേർട്ട് ആയിരിക്കില്ലേ? മഴ കിട്ടില്ല. മനസ്സിലായോ? മിഡിലേക്ക് വരുന്ന സമയത്ത് തിരിയും. ഇനി അടുത്തത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പോകുന്നത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിൻ അല്ല, ഓഷ്യന്റെ വെസ്റ്റേൺ മാർജിൻ. അതെല്ലാവർക്കും അറിയായിരുന്നോ? ഇപ്പോ ഇത് ഇന്ത്യയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഇന്ത്യന്റെ നോർത്ത്. അപ്പൊ അതെന്താണ്? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇവിടെ എന്താ വരുന്നേ? അറേബ്യൻ സീ ഉണ്ട്. ഇപ്പൊ മൊത്തത്തിൽ ഇന്ത്യൻ ഓഷൻ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട, അറേബ്യൻ സീ എടുക്കുക. അറേബ്യൻ സീയുടെ നോർത്ത് എവിടെയാണ്? ഇവിടെ. അങ്ങനെയാണെങ്കിൽ അറേബ്യൻ സീയുടെ ഈസ്റ്റ് എവിടെയാണ്? അപ്പൊ കോണ്ടിനെന്റൽ വെസ്റ്റ്, ഓഷ്യാനിക് ഈസ്റ്റ്. ഈ ഐഡിയ കിട്ടിയോ? ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു.
അത് വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണോ തെറ്റാണോ? ദ മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ, മിഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്സിന്റെ മുകളിലേക്ക് പോയി. ഓഷ്യൻ ടെമ്പറേച്ചർ ആർ ജനറലി ഹയർ അലോങ് ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ ഓഷ്യൻ. ആണോ? ആണോ? ഇവിടെ മെഡിറ്ററേനിയൻ സീ ആണെന്ന് വിചാരിക്കാം, ഒരു കോണ്ടിനെന്റ് ഉണ്ട്. ഡിഗ്രി ഇതാണ് എന്ത്, നിങ്ങൾ പറയുന്ന ടെമ്പറേറ്റ് റീജിയൻ. ടെമ്പറേറ്റ് റീജിയൻ ഏത് വിൻഡിന്റെ ഇൻഫ്ലുവൻസിലാണ്? ചിത്രം ഓർമ്മയില്ലേ? ഇത് എർത്ത്, ഇത് 30, ഇത് 30 നിയർലി 23. ഇതിന്റെ ഉള്ളില് ഇവിടെയുള്ള വിൻഡ് ഏതാണ്? ട്രേഡ് വിൻഡ്സ്. ഇതിന്റെ മുകളിൽ വരുന്ന വിൻഡ് ഏതാണ്? ഈസ്റ്റ് വെസ്റ്റർലീസ്. അപ്പൊ വെസ്റ്റർലീസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വീശുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീശുന്ന സമയത്ത് സർഫസ് വാട്ടറിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഹോട്ട് സർഫസ് വാട്ടറിന്റെ, സർഫസ് ഓഷ്യാനിക് വാട്ടർ ഹീറ്റ് ആണോ കോൾഡ് ആണോ? ഹീറ്റ് അല്ലേ? അപ്പൊ ഈ ഹോട്ട് വാട്ടറിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഈ ഓഷ്യന്റെ ഈസ്റ്റേൺ പാർട്ടിലേക്ക്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. മനസ്സിലായോ? 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 നാലാമത്തെ കിട്ടിയില്ലേ? നാലാമത്തെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ, ദ പ്രൈമറി റീസൺ ഫോർ വാർമിംഗ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഇൻകമിംഗ് റേഡിയേഷൻ എങ്ങനെയായിരിക്കും? സണ്ണിൽ നിന്ന് വരുന്നത് ഷോർട്ടർ ആയിരിക്കോ ലോങ്ങർ ആയിരിക്കോ? ഷോർട്ടർ ആയിരിക്കും. ഔട്ട് ഗോയിങ് എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ ഈസ് വെതർ ഫ്രീ, അതിലായിരിക്കും ഡിബേറ്റ് ഒന്നുമില്ല. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കിയോ? അത് നെഗറ്റീവ് ലാപ്സ് റേറ്റ്. എങ്ങനെയാണ്? താഴ്ന്ന് മുകളിലേക്ക് പോകുമ്പോൾ, ഓൾട്ടിറ്റ്യൂഡ് മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടും തോറും തണുപ്പ് കൂടും, ചൂട് കുറയും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ലാപ്സ് റേറ്റ്. സ്ട്രാറ്റോസ്ഫിയറിലെ ഇതിന്റെ ഓപ്പോസിറ്റാ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ അഞ്ചാമത്തെ, Medicanes are cyclone system that form over Mediterranean Sea and exhibit the characteristics of a tropical cyclone. അതാണ് അതിനെയാണ് നമ്മൾ മെഡിക്കെയിൻസ് എന്ന് പറയുന്നത്. ഇതറിയണം. അതാ ഈ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടെമ്പറേറ്റ് സൈക്ലോൺ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് റിലേഷൻഷിപ്പ് വിത്ത് അപ്പർ എയർ ഫ്ലോ ലൈക്ക് ജെറ്റ് സ്ട്രീംസ്. എയർ ഫ്ലോ വിത്ത് ജെറ്റ് സ്ട്രീം. രണ്ടാമത്തെ എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ ശരിയാണ്. അതൊക്കെ നമുക്ക് എന്താണ് അറിയണം. മൂന്നാമത്തെ, ദ എനർജി ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺ ഡിപ്പെൻഡ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് എയർ മാസസ് whereas tropical cyclones are energized by latent heat of condensation. ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോർമേഷൻ അറിയില്ലേ? അറിയോ? ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ നടുക്ക് ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ? ലോ പ്രഷർ. ആ ലോ പ്രഷറിന് ചുറ്റുമാണ് വിൻഡ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഈ ലോ പ്രഷർ എന്ന് അവസാനിക്കുന്നോ അന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ത് സംഭവിക്കും? ഡെത്ത്. ഇതാണ് നമ്മൾ ഡെത്ത് ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത്. കടലിൽ നിന്നും ഓഷ്യനിൽ നിന്നും കോണ്ടിനെന്റിലേക്ക് കയറുമ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ത് സംഭവിക്കും? എന്താ കാരണം? ഓഷ്യനിലുള്ള സമയത്ത് വാട്ടർ വേപ്പർ കിട്ടും. ഈ വെള്ളം മുകളിലേക്ക് പോയിട്ട് റെയിൻ ആയിട്ട് വരും. വാട്ടർ വേപ്പർ വെള്ളമാവണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? വാട്ടർ വേപ്പറിൽ നിന്ന് എങ്ങോട്ടേക്ക് പോണ്ടേ? ഇതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ ഹീറ്റ് എന്ത് ചെയ്യും? ഓഷ്യൻ സൈക്ലോണിന്റെ ഐനെ
ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഐഡിയ കിട്ടിയോ? എന്നാൽ ടെമ്പറേറ്റ് സൈക്ലോൺ ഇങ്ങനെയാണോ? ടെമ്പറേറ്റ് സൈക്ലോൺ എന്താണ്? ഫ്രണ്ടാണ്. രണ്ട് ഫ്രണ്ട്, കോൾഡ് ഫ്രണ്ട്, ഹോട്ട് ഫ്രണ്ട്. രണ്ട് ഫ്രണ്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് കോൾഡ് ഫ്രണ്ടിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഹോട്ട് ഫ്രണ്ടിന്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ കോൾഡ് ഫ്രണ്ട് എന്ത് ചെയ്യും? ഹോട്ട് ഫ്രണ്ടിനെ ചുറ്റും ഒരു വലയം വെക്കും. അപ്പോ ഹോട്ട് ഫ്രണ്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ഒക്കൽഡ് ഫ്രണ്ട്. ഇങ്ങനെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. നിങ്ങളിത് ജിയോഗ്രഫി ക്ലാസ്സിൽ കവർ ചെയ്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് ആൻസർ എന്ത് വരും? സി അല്ലേ? ഓൾ 3. ആറാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഒന്നും ചെയ്യാനില്ല. അറിയാണെങ്കിൽ മാർക്ക് ചെയ്യാം, അറിയില്ലെങ്കിൽ വിടുക. എറ്റ്നിയൊക്കെ എന്തിലുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കറണ്ട് അഫയേഴ്സിലുള്ളതാണ്. ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് വരുന്ന സമയത്ത് ഈ 2 ഓപ്ഷൻസ് ടീക്ക് ചെയ്തിടും. ഇതൊരു ട്രെൻഡാണ്. നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, അതായത് എങ്ങനെയാണ് ഇപ്പൊ UPSC നമ്മൾ ഈ ട്രെൻഡ് കാണാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ കോൺസെപ്റ്റും പഠിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയാണ് ഇവർ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുക? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആ പോയിന്റുകൾ വേണം ശ്രദ്ധിക്കാൻ. അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തെറ്റ്, മിസ്റ്റേക്ക് ഇല്ല എന്നാണെങ്കിൽ കറക്റ്റ്. ഇവിടെ ഇതുപോലെ UPSC അല്ലെങ്കിൽ കോമൺ UPSCയിലെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ടീക്ക് ചെയ്യും. ഇവിടെ എത്ന എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പൊ അട്കെ എവിടെയാണ്? അല്ല, പോപ്പോ കറ്റേപ്പേറ്റി, അതാണ് USA എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ന നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇറ്റലി എറ്റ്ന, USA അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സോറാമത്തെ ഓപ്ഷൻ ബി. 7ാമത്തെ കിട്ടിയോ? Submarine canyons are long, narrow and deep valley that cut into continental shelves and slope of the oceans. അല്ലേ? NCERT-യിലൊക്കെ കണ്ടില്ലേ? കോണ്ടിനെന്റൽ ഷെൽഫ് ഇങ്ങനെ നടുക്കുള്ള ഒരു വിടവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്മറൈൻ കാന്യോൺസ് എന്ന് പറയുന്നത്. 2ാമത്തെയോ? they are found in the areas where one tectonic plate. ഇങ്ങനെ പ്ലേറ്റ് ടെക്ടോണിക്സ് വരുന്ന ഏരിയയിൽ എന്താ ഉണ്ടാവുന്ന വിടവുകളിനെ നമ്മൾ എന്താ പറയാ? ഈ ഏരിയയില് ട്രെഞ്ചസ് ആണ് അല്ലേ? വിടുന്ന സമയത്ത് ട്രെഞ്ചസ്. കാനിയോൺസ് വരുന്നത് അങ്ങനെയാണോ? പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ടാണോ വരുന്നത്? അല്ല. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ? അപ്പൊ ആൻസർ ഏതാ? സി. അമോക് കേട്ടിട്ടുണ്ടോ? അടുത്തത് അമോക് കേട്ടിട്ടില്ല. ഗൾഫ് സ്ട്രീം കേട്ടിട്ടുണ്ടോ? ഗൾഫ് സ്ട്രീം എന്ത് ചെയ്യും? ട്രോപ്പിക്കൽ റീജിയണിൽ നിന്ന് ഹോട്ട് വാട്ടറിനെ അറ്റ്ലാന്റിക് റീജിയണിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഈ ഐഡിയ ഉണ്ടല്ലോ. ഇനി അപ്പൊ ഹോട്ട് വാട്ടർ ട്രോപ്പിക്സിൽ നിന്ന് എവിടേക്ക് എത്തി? അറ്റ്ലാന്റിക് റീജിയണിലേക്ക് എത്തി. അപ്പൊ വിചാരിക്കുക ഇതാണ് ഇക്വേറ്റർ, അറ്റ്ലാന്റിക് റീജിയൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്തി. ഇത് ഈ ഓഷൻ കാരണം എന്തായിരിക്കും? ഹോട്ടായിരിക്കും അല്ലേ? അപ്പോൾ ചൂടും ഇതിനോടൊപ്പം എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? മുകളിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ എന്താണ്? കോൾഡ് ആണല്ലോ. അപ്പൊ ഗൾഫ് സ്ട്രീമിൽ വന്ന ആ വെള്ളം എന്ത് ചെയ്യും? ഐസായി മാറോ? അതായത് ഇവിടെ നിന്ന് ഹോട്ട് കറന്റ് മുകളിലേക്ക് എത്തി. ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ തണുപ്പാണ്. ഈ വരുന്ന വെള്ളം ഇവിടെ എന്താ? ഈ ഓഷൻ വാട്ടർ ഇവിടെ എത്തുമ്പോൾ ഐസായി മാറും. അപ്പൊ ഈ ഓഷൻ കറന്റ് കൊണ്ടുവരുന്ന സോൾട്ട് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സലൈനിറ്റി, ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് സലൈനിറ്റി, NCERT-യിൽ പറയുന്നുണ്ട്. അപ്പോ ഈ ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഗൾഫ് കറന്റ്സ് അല്ലാന്ന് വെച്ചാൽ ഹോട്ട് കറന്റ് വരുന്നത് വെള്ളം ഇവിടെ തണുത്തിട്ട് സോൾട്ട് എന്താവുന്നു? അടിയിലേക്ക് സിങ്ക് ആയി പോകുന്നു അല്ലേ? അപ്പോ സോൾട്ട് കണ്ടന്റ് കൂടുന്ന സമയത്ത് വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ അടിയിലൂടെ വെള്ളം, തണുത്ത വെള്ളം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ട്രോപ്പിക്കൽ റീജിയണിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പോ അപ്പർ ഓഷ്യാനിക് സർക്കുലേഷൻ ഉണ്ട്, ലോവർ ഓഷ്യാനിക് സർക്കുലേഷനും ഉണ്ട്. അപ്പറിലൂടെ എങ്ങനെയാണ്? ഹോട്ട് വാട്ടർ ആണ് മൂവ് ചെയ്യുന്നത്. ലോവറിലൂടെ ഹൈ ഡെൻസിറ്റി സോൾട്ട് കണ്ടന്റ് കൂടിയ
കോൾഡ് വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഐഡിയയിൽ നോക്കിയേ, ദ മെൽറ്റിംഗ് ഓഫ് ഗ്രീൻലാൻഡ്സ് ഐസ് ഷീറ്റ്സ് ആഡ് ലെസ് ഡെൻസ് വാട്ടർ ടു നോർത്ത് അറ്റ്ലാന്റിക് വിച്ച് ക്യാൻ സ്ട്രെങ്തൺ അമോക്. ഈ റീജിയണില് കൂടുതൽ ഫ്രഷ് വാട്ടർ വന്നു എന്ന് വെച്ചാൽ സലൈനിറ്റി എന്ത് സംഭവിക്കും? കുറയോ? സിങ്കിങ് ഉണ്ടാവോ? അപ്പൊ ഈ അണ്ടർ ഓഷ്യാനിക് ഫ്ലോ സംഭവിക്കോ? അപ്പൊ അമോക്ക് സ്ട്രെങ്തൺ ആവോ വീക്കൺ ആവോ? മനസ്സിലായോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. മനസ്സിലായി. അപ്പൊ ഇതാണ് അമോക്ക്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റ്. രണ്ടാമത്തെയോ? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ഏത് റീജിയനിലാ ഉള്ളത്? ഇക്വേറ്ററിലാണോ? ട്രോപ്പിക്കൽ റീജിയനിലാണോ? അപ്പൊ ട്രോപ്പിക്കൽ റീജിയനിൽ ചൂട് കൂടിയെന്ന് വെച്ചു എന്ന് വെച്ചാൽ അമോക്ക് സ്ട്രെങ്തൺ ആവോ? ആവും. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ്. മൂന്നാമത്തെയോ? ദ വീക്കണിംഗ് ഓഫ് അമോക് ക്രിയേറ്റ് കോൾഡർ കണ്ടീഷൻ. അമോക് വീക്കൺ ആയി എന്ന് വെച്ചാൽ മുകളിലെ ഹോട്ട് കറന്റ് സംഭവിക്കോ? ഹോട്ട് കറന്റ് അങ്ങോട്ടേക്ക് മൂവ് ആവോ? ടെമ്പറേച്ചർ മുകളിലേക്ക് എത്തോ? ഇല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താലും നമുക്ക് എന്തായി? ആൻസർ ആയി. Gallant IAS, chasing your passion to ace.